നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് ട്രൈഗ്ലിസറൈഡ്സും അതുപോലെ തന്നെ LDL കൊളസ്ട്രോളും ജീവിതം ദുസ്സഹമാക്കുമ്പോൾ ഇന്ന് വളരെ സാധാരണമായി എല്ലാവരിലും തന്നെ കാണുന്ന, വളരെ ചെറുപ്രായത്തിലുള്ള ആളുകളിൽ പോലും കാണുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ കൊളസ്ട്രീമിയ അഥവാ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഷിജു, നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ലിപ്പിഡ് പ്രൊഫൈൽ. എല്ലാവരും തന്നെ ഇക്കാലത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൊളസ്ട്രോൾ കൂടുതലാണ്, ട്രൈഗ്ലിസറൈഡ് കൂടുതലാണ് എന്നെല്ലാം പറയാറുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. ഉദാഹരണത്തിനൊരു ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളതിൽ ട്രൈഗ്ലിസറൈഡ്സ് കാണുന്നുണ്ട്, ടോട്ടൽ കൊളസ്ട്രോൾ കാണുന്നുണ്ട്, HDL കാണുന്നു, LDL കാണുന്നു, അതുപോലെ തന്നെ VLDL കാണുന്നു, പിന്നെ കൊളസ്ട്രോൾ റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി കാണുന്നു. ഇതെല്ലാം എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം നോക്കിയാൽ പോരെ? എന്തിനാണ് HDLും LDLും VLDLും എല്ലാം നോക്കുന്നത്? ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ, ഇങ്ങനെ ആളുകൾക്ക് എന്തെല്ലാമോ അറിയാം. എന്നാൽ എന്തിനാണ് ഈ കാര്യങ്ങൾ? ജീഷ്മ, ഗുഡ് ഈവനിങ്. അപ്പോൾ അഭിശ്രാം, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തിനാണ് ഈ തരത്തിൽ പലതരത്തിലുള്ള അളവുകോലുകൾ നമ്മൾ ഈ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈലിൽ നോക്കുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സാധാരണഗതിയിൽ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഈ ലാബ് ടെസ്റ്റിൽ സാധാരണമായി വരുന്ന ഈ അളവുകോലുകൾ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ട്രൈഗ്ലിസറൈഡ്സ്, എല്ലാവർക്കും തന്നെ ഇക്കാലത്ത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ട്രൈഗ്ലിസറൈഡാണ്. ഈ ട്രൈഗ്ലിസറൈഡ് യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ട്രൈഗ്ലിസറൈഡ് ഒരു ഫാറ്റാണ്, ഒരു കൊഴുപ്പാണ്. പക്ഷേ കൊളസ്ട്രോൾ എന്നുള്ളത് മറ്റൊരു സംഭവമാണ്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു വാക്സി ലൈറ്റ് സബ്സ്റ്റൻസ്, അതുമല്ലെങ്കിൽ ഒരു മെഴുകു പോലെ ഉള്ള ഒരു സാധനമാണ്. ഇത് നമ്മളുടെ ലിവറിൽ അഥവാ കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിലെ ഫാറ്റ് ആകാം, അതുമല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആകാം, ഷുഗർ ആകാം, ഇങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുള്ള അംശങ്ങളെല്ലാം പിന്നീടുള്ള നമ്മളുടെ എനർജി നീഡിന്, പിന്നീട് നമുക്ക് ഊർജം ആവശ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കാനായിട്ടുള്ള ഒരു സംഭരണിയാണ് യഥാർത്ഥത്തിൽ ട്രൈഗ്ലിസറൈഡ്. ഈ ട്രൈഗ്ലിസറൈഡ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഭക്ഷണം കഴിച്ച ശേഷം ഇടവേളകളിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ഊർജത്തിന് വേണ്ടി ഈ ട്രൈഗ്ലിസറൈഡുകളാണ് ശരീരം എടുത്ത് ഉപയോഗിക്കുന്നത്. കൊളസ്ട്രോളിൻ്റെ ഫംഗ്ഷൻ തന്നെ തികച്ചും ട്രൈഗ്ലിസറൈഡിൻ്റെ ഫംഗ്ഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. കൊളസ്ട്രോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരകോശങ്ങളുടെ സെൽ മെംബ്രെയിൻസിൻ്റെയും അതുപോലെ തന്നെ നെർവ്സിൻ്റെയും നാഡികളുടെയും എല്ലാം പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ്. അപ്പോൾ ഈ കൊളസ്ട്രോളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കൊളസ്ട്രോൾ ഒരിക്കലും രക്തത്തിൽ അലിഞ്ഞ് ചേരില്ല. നമ്മൾ വിചാരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വാക്സ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്, അതുമല്ലെങ്കിൽ മെഴുകു പോലെയുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോളിനെ നമ്മളുടെ ശരീരം ചെയ്യുന്നത് എന്താണ്? ഇതിനെ കൊഴുപ്പുമായും ലിപ്പിഡ്സുമായും അതുപോലെ തന്നെ പ്രോട്ടീൻസ്, മാംസ്യവുമായും കലർത്തി ലിപ്പോ പ്രോട്ടീനായിട്ടാണ് കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്തിലാകെ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ട്രൈഗ്ലിസറൈഡ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഊർജ സംഭരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ് ലെവൽ എല്ലാവരും തന്നെ മീഡിയം, ഹൈ, വരില്ല, എനിക്ക് മീഡിയം റേഞ്ചേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് സമാധാനിക്കും. പക്ഷേ എപ്പോഴും നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈലിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ട്രൈഗ്ലിസറൈഡ് ആണെങ്കിലും LDL ആണെങ്കിലും VLDL ആണെങ്കിലും എപ്പോഴും അതിൻ്റെ ഏറ്റവും താഴ്ന്ന അളവിൽ നിന്ന് താഴെയായി തന്നെ നിർത്താനായി ശ്രമിക്കുക. അതായത് ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ അത് 150 താഴെ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. 150 ആണ് അതിൻ്റെ ലോയർ റേഞ്ച്. അതിൻ്റെ താഴെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത കൺസെപ്റ്റ്, ഈ ടോട്ടൽ കൊളസ്ട്രോൾ. അത് നമുക്ക് ആദ്യം HDLും LDLും കൂടി ചർച്ച ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ LDL എന്താണ്? LDL യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ശരീരത്തിലാകെ സഞ്ചരിക്കുന്നത് ഈ LDLിലൂടെയാണ്. അപ്പോൾ LDL പറയുന്നത്, LDLിൻ്റെ അളവ്
ശരിക്കും പറഞ്ഞാൽ 100-ന് താഴെ തന്നെ 100 എന്ന അളവുകോലിന് താഴെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. 130 വരെ കുഴപ്പമില്ല. എങ്കിൽ തന്നെ ഹൃദയമുള്ളവർ, അതേപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർ, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഇത് LDL എപ്പോഴും 100-ന് താഴെ തന്നെ നിർത്താനായി ശ്രമിക്കുക. ഞാൻ ഉയർന്ന തോതുകളിലേക്ക് പോകാത്ത അതിൻ്റെ കാര്യമില്ല. കാരണം നിങ്ങൾ ആരോഗ്യമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള അളവിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക, അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. അതല്ലാതെ എനിക്ക് ബോർഡർ ലൈനേ ഉള്ളൂ, ബോർഡർ ഹൈയേ ഉള്ളൂ, അല്ലെങ്കിൽ ടു ഹൈ ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിക്കാൻ മാത്രമാണ് ബാക്കിയുള്ള അളവുകൾ നിങ്ങളെ സഹായിക്കുക. അപ്പോൾ ഇത് LDL. ഇനി എന്താണ് VLDL? ഇതാണ് ഏറ്റവും അധമമായ ലിപ്പോപ്രോട്ടീൻ. ഈ VLDL യഥാർത്ഥത്തിൽ പറയുന്നത് ഇത് 2 മുതൽ 30-ന് താഴെ, 30 എന്നുള്ള അളവിന് താഴെയായി നിങ്ങൾ VLDL നിർത്താനായിട്ട് ശ്രമിക്കുക. ഈ VLDL ആണ് ശരീരത്തിലാകെ ട്രൈഗ്ലിസറൈഡുകളുടെ സഞ്ചാരം സാധ്യമാക്കുന്നത്. ഇനി ഈ ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ ഇവയെല്ലാം തന്നെ തമ്മിൽ സ്ട്രക്ചറലായിട്ടും ഈ VLDL-ഉം LDL-ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് LDL, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഈ ആരോഗ്യകരമല്ലാത്ത അനാരോഗ്യകരമായ കൊഴുപ്പിൽ LDL-ൽ യഥാർത്ഥത്തിൽ 26% കൊളസ്ട്രോളും 10% ആണ് അതിൽ ട്രൈഗ്ലിസറൈഡ് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള ഫാറ്റും അതുപോലെ തന്നെ പ്രോട്ടീനുമാണ്. ഏകദേശം 25%-ഓളം പ്രോട്ടീനുമുണ്ട്. ഇതാണ് LDL-ൻ്റെ ഘടന. ഇനി VLDL-ലാകട്ടെ, VLDL-ൽ 10% കൊളസ്ട്രോളും എന്നാൽ 70%, ആലോചിച്ച് നോക്കുക, 70%-ഓളം എന്താണ് ട്രൈഗ്ലിസറൈഡ്സുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് VLDL കൂടുതൽ അപകടകാരിയാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ? ട്രൈഗ്ലിസറൈഡ് എന്നുള്ളതും കൊളസ്ട്രോൾ എന്നുള്ളതും വ്യത്യസ്തങ്ങളായ സംഭവങ്ങളാണ്. ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് മാത്രം കുറഞ്ഞതുകൊണ്ടോ കൊളസ്ട്രോളിൻ്റെ മാത്രം അളവ് കുറഞ്ഞതുകൊണ്ടോ നിങ്ങൾ സന്തോഷിക്കേണ്ട കാര്യമില്ല. രണ്ടും അതിൻ്റേതായ റേഞ്ചിലെത്തി നിന്നാൽ മാത്രമാണ് സന്തോഷിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അടുത്ത ഇത് എന്താണ്? HDL. എല്ലാവർക്കും അറിയാം, ആരോഗ്യകരമായ ലിപ്പോപ്രോട്ടീനാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, ഗായത്രി ഗുഡ് ഈവനിങ്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് HDL ആവശ്യമാണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിലും ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ സ്ത്രീ പുരുഷന്മാരുടെ അനുപാതത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇത് പുരുഷന്മാർക്ക് ഇത് എപ്പോഴും 40-ന് മുകളിലും സ്ത്രീകൾക്ക് 50-ന് മുകളിലുമാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള റേഞ്ചാണ്. പക്ഷേ നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും HDL 60-ന് മുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. 60 എന്ന അളവിൻ്റെ അപ്പുറത്തേക്ക് HDL എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസസ്, ഹൃദ്രോഗങ്ങൾ, അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതാണ് HDL-ൻ്റെ കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ടോട്ടൽ കൊളസ്ട്രോൾ. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, HDL-ൻ്റെ അളവ് LDL-ൻ്റെ അളവ് 20%, ട്രൈഗ്ലിസറൈഡ് എത്രയാണോ അതിൻ്റെ 20% കൂടി കൂട്ടി ചേർത്താൽ അതാണ് നമ്മളുടെ ടോട്ടൽ കൊളസ്ട്രോൾ. നിങ്ങൾക്ക് തന്നെ HDL-ഉം LDL-ഉം ട്രൈഗ്ലിസറൈഡിൻ്റെയും അളവ് ഉണ്ടെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ എന്നുള്ള അളവ് നിങ്ങൾക്ക് സ്വയം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്ന സംഗതിയാണ്. വളരെ സിമ്പിളാണത്. ഇനി അടുത്തത് കൊളസ്ട്രോൾ റേഷ്യോ എന്ന് പറഞ്ഞ ഒരു സംഭവം കാണും. എന്താണ് ഈ കൊളസ്ട്രോൾ റേഷ്യോ? കൊളസ്ട്രോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ കൊളസ്ട്രോൾ, ഈ ടോട്ടൽ കൊളസ്ട്രോളിനെ നമ്മളുടെ ശരീരത്തിലെ HDL, നല്ല ലിപ്പോപ്രോട്ടീൻ, നല്ല കൊഴുപ്പിൻ്റെ അംശം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഫിഗറാണ് കൊളസ്ട്രോൾ റേഷ്യോ. ഈ കൊളസ്ട്രോൾ റേഷ്യോയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണ്? കൊളസ്ട്രോൾ റേഷ്യോ എപ്പോഴും 5-ന് താഴെയായി നിൽക്കുന്നതാണ് സേഫ്. അതേപോലെ എങ്കിലും ഐഡിയലായിട്ട്, അതായത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ റേഷ്യോ നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുക 3.6 പുരുഷന്മാർക്കും സ്ത്രീകൾക്കാണെങ്കിൽ ഇത് 3.4-മാണ്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ട്രൈഗ്ലിസറൈഡ്സ് അതേപോലെ തന്നെ HDL-ൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടാൻ ശ്രമിക്കുക, ബാക്കിയുള്ള കൊളസ്ട്രോളുകളുടെ അളവ് ശരീരത്തിൽ കുറയ്ക്കാനും ശ്രമിക്കുക, ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൊളസ്ട്രോൾ റേഷ്യോയിലും ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. Now let me translate what I spoke now into English. We were discussing on the lipid profile, and nowadays even very young people are facing from hypercholesteremia or increased cholesterol levels in the body.
But we should, and everyone is confused. What is triglyceride? What is this HDL, LDL? And everybody knows that HDL is good lipid and LDL is bad one. But why all other ratios, and there is something called cholesterol ratio, then also there is the total cholesterol, what all these terms denote? That's what I would like to explain now. So first of all, we should understand that triglycerides and cholesterols are completely different things. Triglycerides as such are fats, and they are actually produced for keeping as energy resource for our body after our food intake. For example, if we take food and after there is a gap, and our body uses this triglycerides for our energy needs. But cholesterol is essential for our body functions, like especially they are part of our cell membranes and also nerves. So they are also very important. One thing that we should keep in mind is that the cholesterols are waxy substances which are devoid of any smell, and they cannot mix in our blood. So what the body does, the body mixes them with lipids, that is the fats, and also they mix them with proteins so that they can circulate in our body. And the triglyceride, we have to keep the triglyceride levels below 150. And many people say, okay, I am just having 160, so it's okay. Otherwise, I am just touching 180. So triglycerides, is it okay? Nothing is okay. So keep this thing in mind. Like you have to keep your triglyceride levels always below 150 if you are looking for a healthy life. So that's very important. And don't go for a high, borderline high, and very high. These terms doesn't help you. You should always try to go below the limit. That's it. So that way you can keep your health at the optimal level. So triglycerides should be always below 150. And now let us come to LDL and VLDL. What does LDL do? LDL circulates the cholesterol in our body. And LDL should be always below 100. It is always better to keep it below 100, especially if you are having diabetes or other lifestyle diseases and heart conditions. But up to 130 is okay, but try to keep it below 100. And LDL is structurally different from VLDL. And VLDL actually circulates the triglycerides in our body. And the VLDL level should be below 30. This also we should keep in mind. And structurally these two are different. In which way? In very low density lipoprotein or VLDL, the cholesterol content is just 10%, and 70% of it is triglycerides. That's why they are called the carriers of triglycerides and more hazardous. But LDL contains 26% of cholesterol and just 10% of triglycerides and 25% of proteins. So they are better than VLDL, but still they are dangerous. And now coming to the healthy thing, that is the HDL. HDL levels you should always try to keep above 40, but the optimal level or the best level you should always target to keep it above 60 for both men and women. And if you are a female, try to keep the cholesterol, the HDL level above 50, and if male, above 40. But both the genders try to target 60, above 60 for HDL levels. So, and now coming to the cholesterol ratio and total cholesterol. Total cholesterol, but it is nothing, a reading that you can calculate yourself. It is the total of LDL plus HDL plus 20% of your triglyceride level. That makes the total cholesterol. And there is something called the cholesterol ratio. If you go through the lipid profile from a lab, you can see something called the cholesterol ratio. That's also very important. The cholesterol ratio is calculated by dividing the total cholesterol by your HDL level. For example, if your total cholesterol is 200 and your HDL level is 40, suppose it is 40, then 200 divided by 40 and it will be 5, right? And the optimal, like you should always try to keep it below 5 for males and 4.4 for females. But it is always the optimal level is to keep it 3.6 for males and 3.4 for females. So these are the importance of the different readings in our lipid profile. And one more time, I want to stress that don't try to find yourself solace, okay, saying I am having
only high or very I am just above the optimal. That is not okay. Try to keep your levels within the optimal limit for the maximal health benefits or to keep yourself healthy. This is very important. ആൻഡ് നൗ ഇനി നമുക്ക് എന്തെല്ലാമാണ് ഈ പറഞ്ഞ ലിപ്പിഡ് പ്രൊഫൈൽ നമ്മളുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ ഈ രീതിയിൽ LDLും HDLും എല്ലാം കൂടാനും HDL കുറയാനും അതുമല്ലെങ്കിൽ LDL കൂടാനും ട്രൈഗ്ലിസറൈഡ്സ് കൂടാനും കാരണമാകുന്നത്, അതിനെ എങ്ങനെ നമുക്ക് തടയിടാം? അതിനുവേണ്ടി പ്രധാനമായിട്ടും ഒന്ന്, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. നാം ഇതിനു മുന്നുള്ള ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ട്രാൻസ് ഫാറ്റി ആസിഡുകൾ, എൻ്റെ മുന്നേ ഫാറ്റിനെ കുറിച്ചുള്ള എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കും. ട്രാൻസ് ഫാറ്റി ആസിഡുകൾ, അതേപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, പലതരത്തിൽ എണ്ണകളിൽ പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിലുമെല്ലാമുള്ള ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആണ്. പാം ഓയിൽ, ഇങ്ങനെയുള്ള ഓയിലുകളിൽ നിന്നുള്ള കൊഴുപ്പ് ശരീരത്തിലേക്ക് വരുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. അതേപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ചോദ്യം, എന്തെല്ലാം തരത്തിൽ ഉള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് പറയാവുന്ന ഒരു മറുപടി, പ്രധാനമായും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇലക്കറികളും മലക്കറികളും എല്ലാം നന്നായിട്ട് തന്നെ കഴിക്കുക. അതുപോലെ തന്നെ നാരുകൾ ധാരാളമുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. സോളുബിൾ ഫൈബേഴ്സ് എന്ന് പറയും, അതായത് വെള്ളത്തിൽ അലിയുന്ന തരത്തിലുള്ള നാരുകളുള്ള 2 തരത്തിലാണ് ശരീരത്തിൽ ഫൈബറുകൾ അതുമല്ലെങ്കിൽ നാരുകൾ ഉള്ളത്, സോളുബിൾ അതുപോലെ തന്നെ ഇൻസോളുബിൾ. ഇതിൽ സോളുബിൾ ഫൈബറുകൾ ഉള്ള ഭക്ഷണം വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഒരു അളവ് പറയുന്നത് 50 വയസ്സിന് മുകളിലുള്ള 50 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരാണെങ്കിൽ ഒരു 38 ഗ്രാംസെങ്കിലും സോൾബിൾ ഫൈബർ ചെല്ലണം. അതേപോലെ തന്നെ 50 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഒരു 32 ആ ഒരു റേഞ്ചിൽ മതിയാകും. ഇനി സ്ത്രീകളിലാണെങ്കിൽ ഇത് 25ഉം 21ഉമാണ്. 50 വയസ്സിന് താഴെയുള്ളവർക്ക് 25ഉം അതുപോലെ തന്നെ മുകളിലുള്ളവർക്കാണെങ്കിൽ 21 ഗ്രാം സോൾബിൾ ഫൈബറെങ്കിലും ചെല്ലണം. അപ്പോൾ സോൾബിൾ ഫൈബർ കൂടുതലായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഓറഞ്ചുകളുണ്ട്, അതേപോലെ തന്നെ പിയർ, ഇങ്ങനെയുള്ള പച്ചക്കറികൾ, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഹോൾ വീറ്റ് ബ്രെഡ്, ഇതിലെല്ലാം ഓട്ട്മീൽ, ഇതിലെല്ലാം നല്ല രീതിയിൽ തന്നെ സോളുബിൾ ഫൈബറുകളുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതും നമ്മളുടെ LDL കുറയ്ക്കാനും HDL കൂട്ടാനും സഹായകരമാണ് എന്ന് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ സൈലിയം എന്ന് പറയും, കർക്കിടക ശൃംഗി എന്ന് മലയാളത്തിൽ പറയുന്ന ചെടി. ഇതിൻ്റെ ഈ സൈലിയം ഇത് കഴിക്കുന്നതും നമ്മളുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായകരമാണ് എന്ന് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഫൈറ്റോസ്റ്റിറോൾസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പല ചെടികളുടെയും വാക്സാണ്, മെഴുകാണ്. ഇത് ഇന്ന് വിദേശ രാജ്യങ്ങളിലെല്ലാം കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ബട്ടറിലും മാർഗറൈൻ പോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളിലുമെല്ലാം ഈ പറഞ്ഞ ഫൈറ്റോസ്റ്റിറോൾസ് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ കുറേയെല്ലാം ഇവയിലുള്ള ഹൈ ഫാറ്റ് കണ്ടൻറ്റിൻ്റെ കുഴപ്പങ്ങളെ നിങ്ങൾക്ക് തടയിട്ട് നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് മത്തി, അയില, ചൂര, ഇങ്ങനെയുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൽ omega-3 ഫാറ്റി ആസിഡ് കൂട്ടാനും അതുവഴി നമ്മളുടെ ശരീരത്തിലെ HDLൻ്റെ അളവ് കൂട്ടാനും സഹായകമാണ് എന്ന് കണ്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ ചണം, അല്ലേ, ഫ്ലാക്സീഡിലും നല്ല രീതിയിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരമായിട്ടുള്ള വ്യായാമം, എക്സർസൈസ് സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ ആരോഗ്യ സൂചികയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റായ, വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം അമിതം എന്നല്ല, കഴിയുന്നതും മദ്യപാനം ഒഴിവാക്കുക. പുകവലിയും ഈ പറഞ്ഞ പോലെ തന്നെ HDLനെ കുറയ്ക്കുകയും LDLൻ്റെ അളവിനെ കൂട്ടുകയും ചെയ്യുമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. സ്ട്രെസ്, ടെൻഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അതിന് നമ്മളിപ്പോൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, അതേപോലെ തന്നെ യോഗയുടെ അഭ്യാസം എല്ലാം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും നല്ല മാറ്റങ്ങൾ വരുത്താതെ ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു മാനേജിങ് ട്രൈഗ്ലിസറൈഡ് എന്നുള്ളത് മനസ്സിലാക്കുക. നോ ഷോർട്ട് കട്ട് ടു മാനേജിങ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് എളുപ്പവഴികൾ, നിങ്ങൾക്ക് ഗാർലിക്കും ജിഞ്ചറും എല്ലാം ഈ പറഞ്ഞ ഭക്ഷണ വസ്തുക്കളുടെ കൂടെ ചേർക്കുന്നത് നല്ലത് തന്നെ, ഇതെല്ലാം സഹായിക്കും. പക്ഷേ ആരോഗ്യകരമായ ഭക്ഷണ രീതിക്കും
അതേപോലെ തന്നെ എക്സസൈസിനും പകരമായി മുന്നോട്ട് വയ്ക്കാനായിട്ട് ഒരു പ്രതിവിധിയുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകളുടെ ഇഫക്റ്റ് ആയിട്ടും ചിലപ്പോൾ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാം. പ്രത്യേകിച്ച് ഡയൂററ്റിക്സ് കഴിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ചിലപ്പോൾ ചില സ്റ്റീറോയിഡുകളുടെ ഉപയോഗം നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യങ്ങളിൽ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടാം. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കുന്നവർക്ക് കൊളസ്ട്രോൾ കൂടുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിൻസ്, ഫൈബ്രിൻസ് എന്നെല്ലാം പറഞ്ഞ് ഡിഫറെൻറ്റ് പലതരത്തിലുള്ള മെഡിസിൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇവയുടെ അളവുകോലുകളും നിങ്ങൾ സ്വയം മരുന്നുകളിൽ മാറ്റങ്ങൾ വരുത്താതിരിക്കുക. എൻ്റെ കൊളസ്ട്രോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മരുന്ന് സ്വയം നിയന്ത്രിക്കാമെന്നുള്ള ഒരു ധാരണ തെറ്റാണ്. എപ്പോഴും ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങളുടെ മരുന്നുകളിൽ മോഡിഫിക്കേഷൻസ് ആവശ്യമെങ്കിൽ നടത്തുക. ലിപ്പിഡ് പ്രൊഫൈലിൽ എന്തെങ്കിലും കുറവ് കണ്ടാൽ ഉടൻ തന്നെ സ്വയം മരുന്നുകളിൽ മാറ്റം വരുത്തുന്ന രീതി തികച്ചും തെറ്റാണ്. So let me translate it in English now. So we were speaking on how we can control the low HDL levels and high LDL and VLDL levels. For this, mainly we have to focus on our food intake. Especially, you have to eat foods rich in soluble fibers. The soluble fibers should be at least 30 to 38 grams intake of soluble fibers should be at least 30 to 38 grams for males and 20 to 25 grams for females, depending upon the age. And soluble fibers are found in plenty in oranges, then pears, and that sort of fruits, and also you can find it plenty in whole wheat grains and all. Okay, so try to eat a lot of soluble fibers, and niacin supplements also can be taken, but only with a doctor's advice, and the advised dosage is 14 milligrams for females and 16 milligrams for males. And again, you should keep in mind that there is something called psyllium, and this psyllium supplements also are advised in case you are having high cholesterol. And there are something called phytosterols. These are actually the waxes made from plants. And nowadays, this thing is mixed in many of the fat high foods in foreign countries. And phytosterol fortified foods can be consumed in case you are going for high fat foods. And try to take those sort of foodstuffs which contains this thing. And again, another thing that you should keep in mind is try not to eat trans fats, and you can refer my talk on fats and related health in the previous session, and try to avoid trans fat and try to avoid intake of saturated fat. If at all you are taking saturated fat, especially saturated fat is high in coconut oil and palm oil and all, so try to regulate its intake to 10% of your calorie need. But in case you are having cardiac condition, try to limit it within 7% of your total calorie need. And another factor that you should keep in mind is you should exercise regularly, because without exercise and proper diet control, there is no shortcut to managing triglyceride levels. And again, you should avoid taking alcohol and smoking. These two things also can increase your low density lipoproteins. And again, finally, you should see that you are taking a good amount of good fishes like sardines, mackerel and tuna and all. These contains omega-3 fatty acids, and even flax seeds you can consider. Flax seeds are also good in omega-3 fatty acids, which will help to increase the HDL content in our body. So finally, when we come to the cholesterol, managing cholesterol, two things, that is the diet and lifestyle which matters, and don't think you can go through any shortcuts to manage these things. And also sometimes this can happen, the increased cholesterol levels may be due to some of the medicines that you are taking, especially diuretics, then steroids. These sort of medicines can sometimes increase the cholesterol levels in your body. So try to check with your doctor in case you are suffering, you are taking any of these drugs or medicines. So please do manage your lifestyle, your eating habits for managing cholesterol in a better manner. Okay, so let us go to the meditation training now. It is already, it is very late, more than half an hour, nearing half an hour now. So let us go for, yes, Lalitambika, good evening, and to all, good evening to all those who joined late. Okay, good evening and namaste once again. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. Let's go to the meditation training.
Sit straight. Eyes closed. One palm over the other palm. Switch off the mobiles and other electronic gadgets. Try to keep proper social distancing if you are sitting with your family members. മനസ്സും ശരീരവും ധ്യാനത്തിന് വേണ്ടി, മെഡിറ്റേഷന് വേണ്ടി തയ്യാറാക്കുക. ഒരു നിമിഷം ശ്വസനഗതി മനസ്സിൽ വീക്ഷിക്കുക. വിഷ്വലൈസ് യുവർ ബ്രീത്തിങ്. ഒബ്സർവ് യുവർ ബ്രീത്തിങ്. Get yourself ready for the practice of meditation and pranayams. Yes, Rajesh, good evening. Now, let us go for the step ladder breathing. First inhalation in step ladder pattern, followed by normal exhalation, then inhalation, normal inhalation followed by step ladder exhalation. After that, combining both step ladder inhalation and step ladder exhalation. So try to hold your breath in between inhalation and then exhale freely. Let us start now. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. In, hold, in, hold, in, hold, in, hold. Exhale. Now, let us go for the step ladder exhalation. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Inhale. Yes, hold, yes, hold, yes, hold, yes, hold. Now we will combine the step ladder inhalation and step ladder exhalation. Let us start. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold, in, hold, in, hold, in, hold. Yes, hold, yes, hold, yes, hold, yes, hold. In, hold,
in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold, in, hold, in, hold, in, hold, in, hold, yes, hold, yes, hold, yes, hold, yes, hold. Slowly bring the breathing back to normal stage. ശ്വസനം സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. നാം ചെയ്ത സ്റ്റെപ്പ് ലാഡർ ബ്രീത്തിങ് ശരീരത്തിനും മനസ്സിനും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വീക്ഷിക്കുക. Visualize the beautiful changes all over the body and mind following the step ladder breathing. The breathing rate is calmed down, the heart rate is calmed down. Now we will go for the breathing. Let us go for the itself. One palm over the other palm, sit straight, eyes closed. Now, as you breathe in, visualize the changes happening to the abdomen, the chest, and the shoulders. Your body contracting. Let us start equalization of breath. In, 2, 3, 4. Yes, 2, 3. In, 2, 3, 4. Yes, 3, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Yes, 2, 4. In, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. 2. In, 2, 3, 4. Yeah. 2, 3, 4. In, 2, 3, 4. Yes. 2, 3, 4. 2, 3, 4. Yes. 2, 3, 4. Slowly bring the breathing back to normal stage. ശ്വസനം സാധാരണഗതിയിലാക്കി നാം ചെയ്ത ശ്വസനക്രിയ മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വീക്ഷിക്കുക. Beautiful changes all over the body and mind following the full yogic breathing with equalization. Keep a പുഞ്ചിരി വിരിയട്ടെ. Now, let us go for the extension of breathing. That is, we will try to extend the exhalation. For example, it will be
inhalation followed by 4 counts of exhalation, then 5, we will extend the exhalation to 5, 6, 7, 8, and then we will come back in the descending order back to 4. Practice it in full yogic breathing mode. One palm sit straight, eyes closed. Now extension of breathing. In, 2, 3, 4. 2, 3, 4. In, 2, 3, 4. In, 2, 3, 4, 5. In, 3, 4. Yes, 2, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 6, 7. In, 2, 3, 4. 2, 3, 4, 5, 6, 7, 8. Now the descending order. In, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Yes, 2, 3, 4. Slowly bring the breathing back to normal stage. Visualize the beautiful changes happening in your mind following the extension of exhalation. മനസ്സിലും ശരീരത്തിലും നാം ഇപ്പോൾ ചെയ്ത അഭ്യാസം വരുത്തിയ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിശബ്ദരായി നിശ്ചലരായി നിലകൊള്ളുക. Now we will go for inhalation and holding the breath inside, followed by exhalation in 1:1:1 mode. That is 4 counts of inhalation followed by holding the breath for 4 counts, then exhalation 4 counts. So the command will be in 2, 3, 4, hold 2, 3, 4 and X 2, 3, 4. Let us start now. Full yogic breathing. One palm over the other palm. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. In, 2, 3, 4. 2, 3, 4. X, 2, 3, 4. In, 2, 3, 4. 3, 4. 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yeah. 3, 4.
3, 4, 2, 3, 4, X, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, X, 4, in, 2, 3, 2, 3, 4, X, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, 2, 4. Bring the breathing back to normal stage. All over the body and mind. മനസ്സിലും ശരീരത്തിലും നടമാടുന്ന അവസ്ഥ അനുഭവിച്ചറിയുക. Keep a beautiful smile on your face. മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിരിയട്ടെ. നട്ടെല്ലും ശിരസ്സും നിവർന്ന് തന്നെ ഇരിക്കട്ടെ. Those who are feeling any discomfort in your back region can keep a pillow or a folded bed sheet behind your back, behind your lower back, so that the back gets stabilized and the discomfort will disappear. നടുവിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ നടുഭാഗത്തായി ഒരു തലയിണയോ ചുരുട്ടിയ പുതപ്പോ വെച്ചു കൊടുക്കുക. Now, let us practice this breathing, full yogic breathing, in 1:1:2 pattern. That is, the command will be in 2, 3, 4, hold 2, 3, 4, X 2, 3, 4, 5, that way 4, 5, 6, 7, 8. We will go up to 8, then come down. The exhalation only we will come in the descending pattern. Let us start now. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുന്നതും ശ്വാസം ഉള്ളിൽ പിടിക്കുന്നതും 4 കൗണ്ട് തന്നെ. പക്ഷേ ശ്വാസം പുറത്തേക്ക് വിടുന്നത് നമ്മൾ 4 നിന്ന് 8 വരെ എത്തിക്കുന്നു. പിന്നീട് തിരികെ 4ലേക്ക് തന്നെ തിരികെ വരുന്നു. Let us start. In 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, 5, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, 5, 6, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, 5, 6, 7, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, 5, 6, 7, 8, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, 5, 6, 7, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, 5, 6, in, 2, 3, 4,
hold, 2, 3, 4, X, 2, 3, 4, 5, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4. Slowly bring the breathing back to normal stage. ശ്വസനം സാധാരണഗതിയിലേക്ക് വരട്ടെ. മനസ്സിനും ശരീരത്തിനും കൈവന്നിരിക്കുന്ന സുഖകരമായ വിശ്രമാവസ്ഥ അനുഭവിച്ചറിയുക. Visualize the beautiful changes all over the body and mind, following the breathing in 1:1:2 pattern. Keep a beautiful smile on your face. The body and mind is falling into relaxation, the deeper levels of relaxation. അഗാധമായ വിശ്രമാവസ്ഥയിലേക്ക് മനസ്സും ശരീരവും അലിഞ്ഞു ചേരട്ടെ. Now, let us practice the synchronization breathing. Slowly, try to visualize your heartbeat. Now, let us practice it in 1:1:1 pattern. That is, in 2, 3, 4 will be 4 counts of your heartbeat. Then hold 2, 3, 4 will be again 4 heartbeats. Then X 2, 3, 4 will be again 4 beats of your heart. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളമനുസരിച്ച് ശ്വസനത്തെ ക്രമീകരിക്കുക. Let us start. One palm over the other palm. Visualize your heart in your mind. ഹൃദയമിടിപ്പ് മനസ്സിൽ വീക്ഷിക്കാൻ ശ്രമിക്കുക. In 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4, in, 2, 3, 4, hold, 2, 3, 4, X, 2, 3, 4. Practice yourself. സ്വയം അഭ്യാസം തുടരുക. Continue the practice your own without any command. Try to synchronize your heartbeats with your breathing. 4 heartbeats, 4 counts of inhalation, 4 heartbeats, 4 counts of holding breath, 4 heartbeats, 4 counts of exhalation. Continue the practice. Now, catch hold of your right pulse with your left fingers. ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ നാഡി അനുഭവിച്ചറിയുക. ഡോണ്ട് പ്രസ് ടു ഹാർഷ് ഓർ ടു ഹാർഡ്. വളരെ ശക്തമായി അമർത്താതിരിക്കുക. ട്രൈ ടു സിങ്ക്രണൈസ് യുവർ പൾസ് റേറ്റ് വിത്ത് യുവർ ബ്രീത്തിങ്. 4 counts of inhalation is equal to 4 pulse. Then hold. 4 counts will be equal to 4 pulse. Then breathe out. Exhalation also 4 counts equal to 4 pulse. Let us start. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. X, 2, 3, 4. Continue the practice your own.
വിത്തൗട്ട് ദ കമാൻഡ്സ്. നിർദ്ദേശങ്ങളുടെ സഹായമില്ലാതെ സ്വയം ശ്വസനം സ്വന്തം നാഡിപിടിപ്പിനനുസരിച്ച് ക്രമീകരിച്ച് അഭ്യാസം തുടരുക. കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. Keep a beautiful smile on your face. Slowly release the hands. കൈകൾ വിടുവിച്ച് ഒരു കൈപ്പത്തി മറു കൈപ്പത്തിക്ക് മുകളിലായി പ്രതിഷ്ഠിച്ച് നട്ടലും ശിരസ്സും നിവർത്തി കണ്ണുകളടച്ച് ധ്യാനനിമഗ്നരായി നിലകൊള്ളുക. നാം ചെയ്ത സിങ്ക്രണൈസ് ബ്രീത്തിങ് മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. ഫീൽ ദ ബ്യൂട്ടിഫുൾ ചേഞ്ചസ് all over the body and mind following the synchronized breathing. Now, let us go for the guided meditation. Try to visualize each part of your body in your mind and relax that part with the power of your mind. Do not open your eyes. Try to visualize yourself. മെല്ലെ ശരീരഭാഗങ്ങൾ ഓരോന്നായി മനസ്സിൽ സങ്കല്പിച്ച് അവയെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. Visualize both the legs from the toes to the buttocks. രണ്ടു കാലുകൾ മനസ്സിൽ വീക്ഷിക്കുക. Relax. Visualize the lower back. Relax the middle back. Relax upper back. Relax. Visualize the whole back region, the muscles of your back. Relax. Visualize the lower abdomen. Relax. Visualize the abdominal region. ഉദരഭാഗം. Relax. Visualize the organs inside your abdomen. ഉദരഭാഗത്തുള്ള ആന്തരിക അവയവങ്ങൾ. Relax. Slowly visualize the chest region. നെഞ്ച്, നെഞ്ചിൻ്റെ ചലനങ്ങൾ. Relax. Visualize both the hands from the fingers to the shoulders. Relax. Visualize the neck region, കഴുത്ത്. Relax. Visualize the head, the scalp and the brain. ശിരസ്സും മസ്തിഷ്കവും. Relax. Visualize the facial muscles, the forehead, eyebrows, eyelids, both the eyes, the nostrils, the cheeks, the ears, the lips, the tongue, the chin. The face is relaxed. മുഖഭാഗം പൂർണ്ണമായ വിശ്രമാവസ്ഥയെ പുൽകുന്നു. Now visualize the whole body. ശരീരം പൂർണ്ണമായും മനസ്സിൽ വീക്ഷിക്കുക.
Scan for any tensions or strains in any part of your body or mind. ശരീരത്തിലോ മനസ്സിലോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളോ സമ്മർദ്ദങ്ങളോ ഉടലെടുക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിൽ തന്നെ വീക്ഷിക്കുക. The mind and body is falling into deep relaxation. മനസ്സും ശരീരവും അഗാധമായ വിശ്രമാവസ്ഥയെ പുൽകുന്നത് അനുഭവിച്ചറിയുക. ശ്വസനഗതിയും ഹൃദയമിടിപ്പും ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. The breathing rate and the heart rate is calming down. Enjoy the complete state of silence. പൂർണ്ണമായ നിശബ്ദത. The complete silence in your mind and outside. മനസ്സിനുള്ളിലും പുറത്തും തങ്ങി നിൽക്കുന്ന നിശബ്ദത. Now repeat the commands in your mind without opening your mouth, without moving the lips. You have to give the suggestions to yourself in the mind. നിർദ്ദേശങ്ങൾ മനസ്സിനോട് ഉരുവിടുക. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. Repeat the commands to yourself. മനസ്സിൽ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് നിലകൊള്ളുക. Keep a beautiful smile on your face. Absorb this beautiful relaxation into the deepest core of your mind and heart. ഈ ഒരു വിശ്രമതയെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അന്തരാളങ്ങളിലേക്ക് സ്വാംശീകരിക്കുക, സ്വായത്തമാക്കുക. Without disturbing the relaxation. Slowly, very slowly, open your eyes. മെല്ലെ വിശ്രമാവസ്ഥയെ ഉലയ്ക്കാതെ കണ്ണുകൾ തുറക്കുക. പ്രാക്ടീസ് palming for 3 times. Rub your palms together, make them warm and apply the warmth all around your eyes 3 times. This will relax your eye muscles 3 times. So that finishes today's session. Just one question.
like how many of you could do the new technique, that is the breathing in 1:2 pattern in the right manner? How many of you are confident that you have done it rightly? Please do respond yes or no. There is no need of detailed answer. Just to plan up the next session, I need the feedback from you. Please do say yes or no. I'll wait for half a minute, then we'll wind up the session. Just reply yes or no. ആർക്കെങ്കിലും ഇത് ഇന്നത്തെ ടെക്നിക്സ് ഇന്ന് പുതുതായി പഠിച്ചത് 1:1:2 എന്ന പാറ്റേണിൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞവർക്ക് എ കൈൻഡ് ഓഫ് ഓക്കെ, രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ നായർ ഐ സെയിങ് എ കൈൻഡ് ഓഫ് ഓക്കെ, സോ ഹി കുഡൻ ഗെറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ഓക്കെ. AR Santosh okay, yes. And anyone else who could do it? Or any if you are having any doubts or confusion, please feel free to call me in my WhatsApp number, or my number is given. You can call me, and then if your doubts can be cleared. So don't worry like he will be disturbed or something. Nothing. You can call me between morning 10 and 5. Okay. Shiva, Lakshmi, Jishma all could do it. Gayatri okay. You also could do it. Very good. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അപ്പോൾ ഇനി അടുത്ത ക്ലാസ് മറ്റന്നാൾ, ഡേ ആഫ്റ്റർ ടുമോറോ. സോ വി വിൽ മീറ്റ് നൗ. ലെറ്റ് us wind up the session now. It is already 6:20. So now we will meet now day after tomorrow. On Wednesday we will meet and we will have some more new techniques. So try to practice these techniques that I gave you so far, and also the today's technique yourself tomorrow. And let us meet again on Wednesday. Thank you all. And one more request, please to visit my YouTube channel as well as like my page, Dr. Dinesh Karta, and all my previous sessions are there. Those who have joined new, they can go through the old sessions in YouTube, and in case you are having any doubts, please feel free to call me. Okay, once again thank you. Namaste.